ഇപ്പൊ കൊറേ ആൾക്കാരെ അറിഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറെ ആൾക്കാർ നമ്മളോട് സാമ്പത്തികമായിട്ട് ചോദിക്കുന്നുണ്ട്. രേവതല്ല, ഞാൻ കോഴിക്കോട് ഈ ആശുപത്രിയിലെ ചികിത്സയിൽ കഴിയുന്നുണ്ട്, എനിക്കൊരു 30,000 രൂപ വേണം, പൈസയായിട്ട് സാമ്പത്തികമായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൈസയായിട്ട് സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലൊരു നേരം അരി വയ്ക്കാൻ തന്നെ ചോറില്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ ഞാനിപ്പോൾ കീമോ പേഷ്യൻറ്റും റേഡിയേഷനൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തേക്കൊക്കെ പോകണത്, അതൊക്കെ സൗജന്യ ഓട്ടമായിട്ട് ഞാൻ ഓടുന്നത്. അപ്പോൾ ചേട്ടായിനെ സഹായിക്കാൻ എന്നെ കൊണ്ട് അങ്ങനെ ആവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു. ഇപ്പോഴും ഇന്നും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 300-400 പേരിങ്ങനെ അടുപ്പിച്ച് വിളിക്കുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷയിൽ മുഴുവനും മണിച്ചേട്ടൻ്റെ പടങ്ങളാണ്. മണിച്ചേട്ടൻ അത്രയും മണിച്ചേട്ടനെ ആരാധിക്കുന്നുണ്ടോ ശരിക്കും? കലാഭവൻ മണിച്ചേട്ടനെ ആരാധിക്കല്ല, ഞാൻ ഒരു ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിച്ചേട്ടൻ എന്നെ കാണാനായിട്ട് മലയാള സിനിമയിൽ എന്നെ കാണാൻ ആഗ്രഹിച്ച വ്യക്തി മണിച്ചേട്ടനായിരുന്നു. വരന്തരപ്പള്ളിയിൽ നിന്ന് ആമ്പല്ലൂർ വരെ ടിക്കറ്റ് വിറ്റ് ലോട്ടറി വിറ്റ് നടക്കുന്ന സമയം, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലോട്ടറി വിൽക്കുന്ന സമയത്ത് ചാലക്കുടിയിലുള്ള വിനോദ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ലക്ഷ്മി കാറ്ററിങ്സ്. ആളിങ്ങനെ കാറിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് പറഞ്ഞു, മോനിങ്ങനെ കഷ്ടപ്പാടുണ്ട, മോൻ്റെ കഷ്ടപ്പാടിന് ഒരു അറുതി വരുന്നു പറഞ്ഞിട്ട് മോനെ കാണാനൊരാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കലാഭവൻ മണി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് വിറ്റ കാശും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആരെങ്കിലും തട്ടിയെടുക്കും, പിന്നെ അവർ നിന്ന് തട്ടിക്കൊണ്ടൊരു കിഡ്നിയൊക്കെ എടുത്തുകൊണ്ട് വിൽക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അമ്മ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എനിക്കൊരാളെ കാണണ്ട ചേട്ടാ, ഞാൻ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, ഇല്ല മോനെ, മണിച്ചേട്ടൻ നിന്നെ കാണാൻ ആഗ്രഹിക്കണമെന്നുണ്ട്. എന്നെ ചാലക്കുടിക്ക് വിളിച്ചു വരുത്തിയിട്ട് മണിച്ചേട്ടൻ തന്നെ മണിച്ചേട്ടൻ്റെ മാനേജർ ജോബിച്ചേട്ടൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് മണിച്ചേട്ടൻ എന്നെ കണ്ട് എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായ 29 ബമ്പർ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അന്ന് സമ്മർ ബമ്പർ. ആ ടിക്കറ്റ് മണിച്ചേട്ടൻ വാങ്ങി. അന്ന് 100 രൂപ ടിക്കറ്റായിരുന്നു. 2,900 രൂപ എന്ന് പറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ 5,000 രൂപ തന്നു എൻ്റെ കയ്യിൽ. 5,000 രൂപ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു, നിനക്ക് ഡ്രസ്സും എല്ലാം വാങ്ങി തരാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രീലക്ഷ്മി തുണിക്കടയിൽ നിന്ന് എനിക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ മണിച്ചേട്ടൻ എനിക്ക് വാങ്ങി തന്നു. അന്നോട്ടുള്ള സഹായം മണിച്ചേട്ടൻ പോണ വരെ തന്നെ എല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുതുന്ന പേനയുണ്ടെങ്കിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിലും മണിച്ചേട്ടൻ വാങ്ങി തന്നു. പിന്നെ ഞങ്ങളന്ന് പഠിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്മിനി വിളക്കിലാണ് ഞങ്ങൾ പഠിച്ചാന്ന്. കറണ്ടൊന്നും ഉണ്ടായില്ല അന്ന്. പഴയ വീട് വീണിട്ട്, മാമന്റെ പഴയ വീട് വീണിട്ട് പുതിയ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് ആ പുതിയ വീട്ടില് കറണ്ട് കണക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോ അന്ന് ചിമ്മിനി വിളക്കില പഠിച്ചന്ന്. കലാഭവൻ മണിച്ചേട്ടനെ ഇടപെട്ടിട്ട് മണിച്ചേട്ടനാണ് എനിക്കന്ന് വീട്ടിലേക്ക് എല്ലാം വെളിച്ച വൈദ്യുതിയൊക്കെ